ഹായ് എവ്രി വൺ. നമുക്കറിയാം അഡോളസൻസ് അല്ലെങ്കിൽ ഈ ഒരു ടീനേജ് എന്ന് പറയുന്ന പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും അല്ലേ. ഫിസിക്കൽ ചേഞ്ചസും മെൻ്റൽ ചേഞ്ചസും ഇമോഷണൽ ചേഞ്ചസും ഒക്കെ ഒരുപാട് സംഭവിക്കുന്ന ഒരു ഏജാണ് ഇത് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ചേഞ്ചസ് തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗേൾസിലായിരിക്കും ബോയ്സിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ഇത്തരത്തിൽ ചേഞ്ചുകൾ നടക്കുന്നുണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പാർട്ട്, നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം, അതായത് ആ ഭാഗം എന്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, ഇത്തരത്തിൽ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ട് ബ്രെയിനിൻ്റെ, അത് കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കുക ഇതിലായിരിക്കും, ഗേൾസിൻ്റെ കേസിലായിരിക്കും. അതുകൊണ്ട് ഗേൾസിലാണ് ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ, എന്തൊക്കെ തരത്തിലുള്ള ശാരീരിക മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസ് ആണ് ബോയ്സിലും ഗേൾസിലും നടക്കുന്നുണ്ടായിരിക്കുക? ഇതെല്ലാം സെയിം ആയിരിക്കുമോ? എല്ലാ മാറ്റങ്ങളും ഒരേപോലെ ആയിരിക്കുമോ നടക്കുന്നുണ്ടായിരിക്കുക? തീർച്ചയായിട്ടും അല്ല. ഗേൾസിലും ബോയ്സിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടായിരിക്കുക. ചിലതൊക്കെ സിമിലർ ആണെങ്കിലും ചില അല്ലെങ്കിൽ ചില ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വേറെ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഗേൾസും ബോയ്സും നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഗേൾസിൽ തന്നെ എടുത്താൽ എല്ലാ ഗേൾസിലും ഒരേപോലെ തന്നെ ആയിരിക്കണം ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുക എന്നില്ല. ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ചൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. അതായത് ഓരോരുത്തരിലും ഓരോ പോലെയുള്ള മാറ്റങ്ങളായിരിക്കും കാണുക. പക്ഷെ ജനറലായിട്ട് നമ്മൾ ഗേൾസും ബോയ്സും എടുക്കുമ്പോൾ ചില ഒരു എന്താ പറയുക മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ്, കാര്യമായിട്ട് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ കൗമാരഘട്ടത്തിലുള്ള ശാരീരിക മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? ബോയ്സിലും ഗേൾസിലും രണ്ടുപേരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് വളരെയേറെ ഫാസ്റ്റ് ആവുന്ന ഒരു സ്റ്റേജാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക, വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റിൽ മാറ്റം വരിക, ഇതൊക്കെ ഫാസ്റ്റായിട്ട് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു ഏജാണ് ടീനേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡോളസൻസ് എന്ന് പറയുന്ന ആ ഒരു ഏജ്. അപ്പോൾ അത് ബോയ്സിലും ആയിക്കോട്ടെ ഗേൾസിലും ആയിക്കോട്ടെ വളർച്ച എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. ഇനി നമ്മുടെ സെക്സ് ഓർഗൻസ് അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങൾ എടുക്കുന്ന സമയത്ത് സെക്സ് ഓർഗൻസിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് പ്രോപ്പറായിട്ട് നടക്കുന്നത് ഈ ഒരു ഏജിലായിരിക്കും. കാരണം നമ്മളെ ഒരു റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കുന്ന ഒരു ഏജാണ് ഈ ഒരു പ്യൂബർട്ടി അല്ലെങ്കിൽ ഈ ഒരു അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡോളസൻസ് സ്റ്റേജിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു നമ്മുടെ സെക്സ് ഓർഗൻസ് ഒക്കെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടായിരിക്കുക. എപ്പോഴായിരിക്കും? ഈ ഒരു ഏജിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഗേൾസിലും അതെ ബോയ്സിലും അതെ ഒരേപോലെ തന്നെ ആയിരിക്കും. ഇനി ഹെയർ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം ഈ ഒരു ടീനേജ് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹെയർ ഗ്രോത്ത് ഇപ്പോൾ അത് ബോയ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടും പ്യൂബിക് റീജിയനിലും അതേപോലെ തന്നെ ആംപിറ്റിലും ഫേസിലും ചെസ്റ്റിലും ഒക്കെ ഈ ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് മുഖത്തുണ്ടായിരിക്കും, അതേപോലെ മാറിലും കക്ഷത്തിലും ജനനേന്ദ്രിയ ഭാഗത്തിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഗേൾസിൻ്റെ കേസിലും ഹെയർ ഗ്രോത്ത് ഉണ്ടായിരിക്കും, കാര്യമായിട്ടും പ്യൂബിക് റീജിയനിലും അതേപോലെ തന്നെ ആംപിറ്റിലും ആയിരിക്കും നമുക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും. യെസ്. ഇനി നമ്മൾ ശബ്ദം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ ശരിക്കും ഒരു അഡോളസൻസ് ഏജ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആൺകുട്ടികളുടെ വോയിസ് ശരിക്കും നമ്മൾ പറയാറുണ്ടല്ലേ, ശബ്ദത്തിന് ഭയങ്കരമായിട്ട് മാറ്റം വരുന്ന ഒരു സമയമാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു വോയിസ് കുറച്ചും കൂടി ഡീപ്പ് ആവാനായിട്ട് തുടങ്ങും, കുറച്ചും കൂടി ഒരു ഗാംഭീര്യം കൂടിയിട്ടുള്ള ഒരു ബേസ് വോയിസ് കുറച്ചും കൂടി കൂടുന്ന ഒരു സമയമാണ് നമുക്ക് ബോയ്സിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി ഗേൾസിലേക്ക് വരുന്ന സമയത്തോ വോയിസ് കുറച്ചും കൂടി ഷാർപ്പാവും, കുറച്ചും കൂടി പിച്ച് കൂടിയ വോയിസ് ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക, പെൺകുട്ടികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ശബ്ദ സൗകുമാര്യം എന്ന് നമ്മൾ പറയാം അല്ലേ, കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ഷാർപ്പായിട്ടുള്ളൊരു വോയിസ് ആയിരിക്കും ഗേൾസിന് ഉണ്ടായിരിക്കുക. ബോയ്സിൻ്റെ കേസിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബേസ് വോയിസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കുറച്ചുകൂടി ഗാംഭീര്യം കൂടിയൊരു ശബ്ദമായിരിക്കും ബോയ്സിന് ഉണ്ടായിരിക്കുക. ഇനി അതേപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു മാറ്റമാണ് ബോയ്സിലും ഗേൾസും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗ്ലാൻസ്, പലതരത്തിലുള്ള ഗ്രന്ഥികൾ അല്ലേ, നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് ഗ്ലാൻസ് ഉണ്ടായിരിക്കും. ഈ ഗ്ലാൻസ് ഒക്കെ കുറച്ചും കൂടി ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഏജിൽ എത്തുന്ന സമയം നമ്മൾ പറയും ഭയങ്കര ഓയിലിയാണ്, നമ്മുടെ സ്കിൻ ഓയിലി ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കിന്നിലുള്ള പല ഗ്ലാൻസിൻ്റെ ഫംഗ്ഷനിങ്ങിലും ഇങ്ങനെ മാറ്റം വരുന്നതുകൊണ്ടാണ്, കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്നതുകൊണ്ടാണ് നമ്മൾ പറയും നമ്മുടെ സ്കാൽപ്പ് ഓയിലി ആവാറുണ്ട്, അതേപോലെ നമ്മുടെ സ്കിൻ, നമ്മുടെ മുഖം നമുക്ക് കുറച്ച് ഓയിലി ആയി തുടങ്ങും എന്നൊക്കെ നമ്മൾ പറയും. അതിനൊക്കെ കാരണം ഇത്തരത്തിൽ ഗ്ലാൻസ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം കുറച്ചും കൂടി കൂടുന്നത് കൊണ്ടാണ്. ഇതേ സമയം തന്നെ നമുക്ക് ഗേൾസിൽ എന്തും കാണാം, ഗേൾസിൽ ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്തന വളർച്ച എന്ന് പറയുന്നതും നടക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു അഡോളസൻസ് പീരീഡിലായിരിക്കും. അതും ഒരു മേജർ ആയിട്ടുള്ള ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ തന്നെ ബോയ്സിൻ്റെ കേസ് നമ്മൾ എടുക്കുമ്പോൾ ബോയ്സിന് ഷോൾഡർ ബോൺസ് അല്ലേ, ഈ തോളെല്ലുകൾ അല്ലെങ്കിൽ ഷോൾഡർ ബോൺസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കുറച്ചും കൂടി വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏജിൽ കുറച്ചും കൂടി ഷോൾഡർ ബോൺസ് ഒക്കെ വികസിക്കുന്നതായി കാണിക്കും. നേരെ മറിച്ച് ഗേൾസിലാവുന്ന സമയത്ത് ഹിപ്പ് ബോൺസ് അല്ലെങ്കിൽ ഇടുപ്പെല്ലുകൾക്കാണ് ഇത്തരത്തിലൊരു വികാസം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വൈഡനിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ബോയ്സിന് ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഹിപ്പ് ബോൺസിനായിരിക്കും ഈ ഒരു മാറ്റം
വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. അതേപോലെ തന്നെ ബോയ്സിൻ്റെ കേസിൽ ഇജാക്കുലേഷൻ തുടങ്ങുന്നതും ഗേൾസിൻ്റെ കേസിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതും ഏത് ഏജിലാണ്? അഡോളസൻസ് പീരീഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയും മേജർ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ മേജർ ഫിസിക്കൽ ചേഞ്ചസ് ആണ് ബോയ്സിലും ഗേൾസിലും നമുക്ക് ഈ ഒരു അഡോളസൻസ് പീരീഡിൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് കാര്യമായിട്ടും ഒക്കർ ചെയ്യുന്ന ഒരു ഏജാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ തന്നെ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും, നമ്മുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരും എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നുണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.